ചാപ്റ്റർ 5-നകത്ത് മിസ്ലേനിയസ് എക്സസൈസ് ആണ് കിടക്കുന്നത്. പഴയ ടെസ്റ്റിനാണ് നമ്മൾ 5ഉം, പുതിയ എഡീഷൻ NCERT ടെസ്റ്റ് കയ്യിലിരിക്കുന്നവർക്ക് ഇത് ചാപ്റ്റർ 4 ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പഴയ ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, അതിനകത്ത് ഡിലീറ്റഡ് ആണ്. അപ്പോൾ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ്ലേനിയസിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് x - iy root of a minus ib by c minus id. Then prove that a square plus y square the whole square എന്ന് പറയുന്നത് a square plus b square divided by c square plus d square ആണ് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്നും എടുത്തെഴുതണം. x minus iy equal to root of a minus ib divided by c minus id എന്ന് എഴുതണം. ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്താണോ അത് അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇനി നമ്മൾ ഇപ്പോൾ ടൈക്ക് പകരം നമ്മൾ -i എന്ന് കൊടുക്കണം. ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപോലെ നമ്മൾ എന്ത് കൊടുക്കണം, x iക്ക് പകരം -i കൊടുക്കണം. അപ്പം ഇതെന്തായി മക്കളെ, s + iy ആയി ഇങ്ങനെ വരും. ഇതെന്തായി, അപ്പോൾ റൂട്ട് ഓഫ് ഈ -iക്ക് വരെ എന്ത് വരും, +ib വരും. +iക്ക് വരെ നമ്മൾ i എന്ന് പറയുന്നതിന് പകരം -i കൊടുക്കുക. അപ്പോൾ ഇവിടെ മൈനസ് എല്ലാം പ്ലസ് ആവും, പ്ലസ് എല്ലാം മൈനസ് ആവും. ഡിവൈഡഡ് ബൈ c മൈനസ് ഈ മൈനസ് എന്തായി മാറും, +i ആവും. +i d ആവും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്തെല്ലാം ഓപ്പോസിറ്റ് സൈൻ ആക്കുക. ആദ്യം ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തെഴുതുക. x - iy equal to root of a minus ib divided by c minus id. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ക്വസ്റ്റിനകത്തേക്ക് i ഉള്ളതോടത്തൊക്കെ -i കൊടുക്കും. അതായത് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് നമ്മൾ കോൺജുഗേറ്റ്, അതായത് ഓപ്പോസിറ്റ് ആവും. ഇത് x - iy എന്നുള്ള s + iy ആവും. ഇത് a - ib a + ib ആവും. ഇവിടെ c - id c + id ആവും. ഇനി എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഈ ലെഫ്റ്റും തമ്മിൽ റൈറ്റും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 × 2 ചെയ്യണം. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തോ x - iy വരും. ഇവിടെ ഇത് s + iy വരും. ഇപ്പുറ സൈഡിൽ വരുമ്പോൾ റൂട്ട് ഓഫ് a - ib ഡിവൈഡഡ് ബൈ c മൈനസ് id വരും. ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ a + ib വരും ഡിവൈഡഡ് ബൈ c + id വരും. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതണം. ഇനി എന്ത് നോക്കിയേ, നമുക്കറിയാം a + ib ഇൻറ്റു a - ib എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതിയാൽ മതി, s² + y² എഴുതിയാൽ മതി. കാരണം എന്താണെന്ന് അറിയാലോ, റൂട്ട് ഓഫ് ഇതും അതുപോലെ എന്ത് എഴുതാം, റൂട്ടിനകത്താണ് രണ്ടും ഒരേപോലെ റൂട്ടിനകത്താക്കി a - ib a + ib ഡിവൈഡഡ് ബൈ c + id ഇൻറ്റു c മൈനസ് id എഴുതി. ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് c - id ഇൻറ്റു c + id രണ്ടും ഒന്ന് തന്നെയാണ്. c - id ഇവിടെ പ്ലസും കൊടുക്കാം, c + idക്ക് നമുക്ക് പ്ലസ് കൊടുക്കാം, ഇവിടെ നമുക്ക് മൈനസും കൊടുക്കാം, ഇക്വേഷനകത്ത് മൈനസും കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്ത് എഴുതി. ഇനി ഇവിടെ നോക്കിയ മക്കളെ, ഇവിടെ നമുക്കറിയാം a + ib ഇൻറ്റു a - ib എന്ന് പറഞ്ഞാൽ ഇത് ഒരെണ്ണം പഠിച്ചു വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവിടെ s² + y² എഴുതുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a² - ib² വരും. കാരണം a + b ഇൻറ്റു a - b ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ a² - b² വരും. നമ്മുടെ ഇക്വേഷൻ എന്താ, a² - b²ൻ്റെ ഫോർമുലയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് a² വരും -ib² വരും. ഇതിനെ നമ്മൾ a² എഴുതും മൈനസ് i² എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതും, ഇത് b² വരും. ഈ i²ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 അല്ലേ, അപ്പോൾ a² + b² വരും. കണ്ടോ, ഈ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ആവശ്യമില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എന്ത് എഴുതാം, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ തന്നെ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമാണെങ്കിൽ ആ നമ്പറുകളുടെ സ്ക്വയർ കൊടുത്താൽ മതി. കണ്ടോ, a² + b². ഇവിടെ എന്ത് കൊടുത്താൽ മതി, c² + d². ഇവിടെ കണ്ടോ s² + y² വെറുതെ കൊടുത്താൽ മതി. ഇതിങ്ങനെ എഴുതാൻ കാരണം ഞാൻ റൂട്ട് a ഇൻറ്റു റൂട്ട് b എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂൾ അനുസരിച്ച് ഒറ്റ റൂട്ടിനകത്താക്കാം. അതുകൊണ്ട് നമ്മൾ അതിന് രണ്ടിനെയും കൂടെ ഒറ്റ റൂട്ടിനകത്താക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ഈ a + ib a - ibയുടെ ഫോർമുല നമുക്ക് കിട്ടുന്നുണ്ടോ, നേരെ എഴുതാം. ഇത്രയും സ്റ്റെപ്പിൻ്റെ ഒരു ആവശ്യമില്ല. a² + ആ നമ്പറിൻ്റെ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമായ ആദ്യത്തെ a² + b² എഴുതിയാൽ മാത്രം മതി. ആ നമ്പറിൻ്റെ സ്ക്വയർ എഴുതിയാൽ മാത്രം നമുക്ക് അവിടെ ചെയ്താൽ മതി. അത് നമ്മൾ ആദ്യം എഴുതി. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ത് വരും നോക്കി, s² + y² അങ്ങനെ തന്നെ വരും. ഇതങ്ങനെ തന്നെ വരും. റൂട്ട് ഓഫ് ഇതെന്തായി, a² + b² എഴുതാം നമുക്കിവിടെ. അതുപോലെ തന്നെ താഴെ എന്ത് എഴുതാം, c² + d² എഴുതാം. അങ്ങനെ തന്നെ എഴുതി.
ഇനി എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ എന്ത് വരും നോക്കിയേ, എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈക്വൽ, രണ്ട് സൈഡിൽ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്, സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ ഇവിടെ റൂട്ട് ആകുമ്പോൾ റൂട്ട് ഉള്ളതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്നാവും. അപ്പോൾ നമ്മുടെ ആൻസർ ആവും. പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയില്ലേ നോക്കി. ഇതേപോലത്തെ നമുക്ക് 2-3 എക്സാമ്പിളൂടെ ചെയ്ത് കാണിക്കാം. ലെവൽ 1 ഇതേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു എക്സാമ്പിളൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ലെവൽ 1 വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ.